ഞാനും ജയകൃഷ്ണനും തമ്മിൽ സാദൃശ്യങ്ങൾ ഒട്ടേറെ ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ഒരു മറ്റുള്ളവർ പറഞ്ഞിട്ടും ഞാൻ നേരിട്ട് സിനിമ കണ്ടപ്പോഴുമാണ് എനിക്ക് അത് തോന്നിയത്. പിന്നെ ഒരു ആത്മപരിശോധന നടത്തിയപ്പോൾ വളരെ ഏറെ സത്യങ്ങൾ അതിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ട് എനിക്ക് ഇത്രയും വലിയ ഒരു സുഹൃത്ത് സമൂഹം ഉണ്ടായി? എൻ്റെ നാട്ടിലും അതിൻ്റെ 10 ഇരട്ടി തൃശ്ശൂർ നഗരത്തിലും എനിക്ക് എന്തുകൊണ്ട് ഇത്ര വലിയൊരു സുഹൃത്ത് സംഘം എൻ്റെ പിന്നിൽ ഉണ്ടാവുകയും അവരെന്നെ ആരാധിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്തിരുന്നവരുണ്ട്. അത് ആലോചിച്ച് നോക്കുമ്പോൾ പത്മരാജൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. എന്നെ വളരെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടും എൻ്റെ കാര്യങ്ങളും അടുപ്പം മനസ്സിലാക്കി വെച്ചിട്ടും പത്മരാജൻ എൻ്റെ സ്വഭാവവിശേഷങ്ങളെ വളരെ സൂക്ഷിച്ച് അനലൈസ് ചെയ്തിട്ടാണ് ജയകൃഷ്ണൻ എന്നൊരു ക്യാരക്ടർ സൃഷ്ടിച്ചെടുത്തത്. തൃശ്ശൂരിനും ഗുരുവായൂരിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമുണ്ട്, ഒരു ഗ്രാമമാണത്. അത് പെരുവല്ലൂർ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നതും പഠിച്ചതും ഒക്കെ ആയിട്ടുള്ളത്. ഒരു ജന്മി കുടുംബത്തിലായിട്ടാണ് എൻ്റെ ജനനമൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റേതായ സമൃദ്ധി വീടിലും പരിസരത്തുമൊക്കെ ചുറ്റുവട്ടും ഉണ്ടായിരുന്നു. ഈ നെല്ലിൻ്റെ കറ്റകൾ വരലും വൈക്കോൽ കൂനകളും അതുപോലെ തൊഴുത്ത്, കാർ ഷെഡ്, അതുപോലെ ആനകളുണ്ടായിരുന്നു. അവിടെ വീട്ടിൽ 2 ആനകളുണ്ടായിരുന്നു. അതുപോലെ മഞ്ചൽ, പിന്നെ കാറ്, കാളവണ്ടി, റിക്ഷവണ്ടി, പിന്നെ കുതിരവണ്ടി. എൻ്റെ കുട്ടിക്കാലത്ത് തട്ടുംപുറത്ത് ഞാൻ കുതിര ബ്രഷ് ചെയ്യണ ഇത് കണ്ടിട്ടുണ്ട്. അന്ന് ആ പ്രായത്തിൽ ഇപ്പോൾ പറയുകയാണെങ്കിൽ കുറേ കാലത്ത് ഒരു 80 കൊല്ലം മുമ്പുള്ള കാര്യമായതുകൊണ്ട് ഓർമ്മ ശരിക്കും നിൽക്കുന്നില്ല. എന്നാലും ഞാൻ ഒരുവിധം പെറുക്കി കൂട്ടി പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ അച്ഛൻ അന്ന് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. ഉളനാട്ട് കുഞ്ഞുണ്ണി പണിക്കർ എന്നാണ് അച്ഛൻ്റെ പേര്. എൻ്റെ അമ്മയുടെ പേര് പത്മാവതി അമ്മ, പുതിയടത്ത് പത്മാവതി അമ്മ. അങ്ങനെ അമ്മയുടെ അച്ഛനാണ് അവിടുത്തെ കാരണവരായിട്ടുണ്ടായിരുന്നത്. ഉളനാട്ട് രാമൻ പണിക്കരെന്ന് പറയും. അപ്പോൾ അവിടെ മഞ്ചലിൽ പോകുമ്പോൾ ഞാനും ഈ മുത്തച്ഛൻ്റെ കൂടെ മഞ്ചലിൽ കയറിയിരുന്ന് ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോൾ ആകെ 2 മഞ്ചൽ, ഒന്ന് പാവർട്ടി പള്ളിക്കാർക്കുണ്ടായിരുന്നു, പിന്നെ ഒരെണ്ണം അവിടെയാണ് ഉണ്ടായിരുന്നത് ഈ കോയിലുള്ളത്. അപ്പോൾ അങ്ങനെ പോയിട്ടുള്ളൊരു അനുഭവം എനിക്കുണ്ട്. പിന്നെ സ്കൂളിൽ ചേരുമ്പോൾ, ചെറിയ ക്ലാസ്സിൽ പോകുമ്പോൾ എൻ്റെ കൂടെ ഒരാൾ എൻ്റെ പുസ്തകം പഠിക്കാനും ചോറും പാത്രമൊക്കെ ആയിട്ട് ഒരാൾ കൂടെ ഉണ്ടാവും. എന്നിട്ട് അവിടെ പരിചയമുള്ളൊരു ഹോട്ടലിൽ എനിക്ക് ഒരു VIP സ്ഥലമുണ്ട്. അവിടെ ഇരുന്നിട്ടായിരിക്കും എൻ്റെ ഭക്ഷണം. ബാക്കിയുള്ളവരൊക്കെ ഇലയെടുത്ത് കളി, എൻ്റെ ഇലയൊന്നും കളിയില്ല, അത് അതിൽ തന്നെ കോരിത്തരും. അങ്ങനെ എനിക്ക് പോകുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ ഒരു 4 അണ കൈ തരും. 4 അണ വലിയൊരു എമൗണ്ടാണത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോൾ ഈ 4 അണ ഒന്നും കഴിക്കൊന്നുമില്ല, കാപ്പിയൊന്നും കഴിക്കില്ല. അത് സൂക്ഷിച്ച് വെച്ച് ഒരാഴ്ച കഴിയുമ്പോൾ കൂട്ടുകാരൊക്കെ വിളിച്ച് ലാവിഷായിട്ട് അവർക്ക് ചിലവ് ചെയ്യും. സുഖിയനും വടയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ കഴിയും. കയ്യിൽ പൈസ എടുത്ത് വെക്കണ പരിപാടിയില്ല, ഒക്കെ കിട്ടിയാൽ ചിലവാക്കും. ഇങ്ങനൊരു ശീലമായിരുന്നു. ആ ശീലം വളർന്നു വന്നു, ഈ ലാവിഷായിട്ടുള്ള ശീലം. അത് അവിടുത്തെ പണിക്കാർക്കും എല്ലാവർക്കും വീട്ടിലെ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കാം. ഇങ്ങനൊരു ബാല്യകാലം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ വീട്ടിൽ ഈ മാൻ്റെ കൊമ്പ്, അതുമാതിരി മുതലയുടെ ഇതൊക്കെ കൊണ്ടുവച്ച് ചുമരിൽ ഫിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഞാൻ. അത് കുറച്ചുകൂടി മുതിർന്ന് വന്നതോടുകൂടി പെരുവല്ലൂരിൻ്റെ 1-2 സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് അവിടെ തൊട്ടടുത്ത് അമ്പലക്കുളമുണ്ട്. ആ അമ്പലക്കുളത്തിൽ ഒരു 12 മണിയോട് കൂടിയിട്ട് ഈ സ്ത്രീകൾ പണിയൊക്കെ കഴിഞ്ഞ് കുളിക്കാൻ വരുന്ന നേരം, ആ നേരം അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എന്ത് ചെയ്താൽ ഈ മുതലയെ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു നൂല് കെട്ടിയിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊക്കി വയ്ക്കും. എന്നിട്ട് ചരട് കാട്ടിൽ ഞങ്ങൾ ഒളിച്ചിരിക്കും. എന്നിട്ട് ഇവർ കുളിക്കാൻ ഇറങ്ങുന്ന നേരത്തെ ഈ മുതലേ പിടിച്ചങ്ങോട്ട് ഇളക്കും. അപ്പോൾ എന്ത് സംഭവിച്ചാൽ അവരാകെ ആ ഉടുത്ത മുണ്ടൊക്കെ ഇട്ടിട്ട് ഓടിക്കരുത്. ആ കോട്ടക്കുളത്തിൽ മുതലാന്ന് പറയും, കോട്ടമ്പലക്കൊലാണത്, മുതലാന്ന് പറഞ്ഞ് ചാടിക്കയറി പോകും. ഈ ഒരു സീൻ, ആ സർപ്രൈസിൽ ആ സീൻ കാണാമെന്നുള്ളതോടുകൂടി കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഒരു ത്രില്ല്. അങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും ഞങ്ങളെ തമ്പുരാൻ എന്നൊക്കെ വിളിക്കാറ് പതിവ്. എല്ലാവരും പണിക്കാരും ഒക്കെ ആയിട്ട് ലോകിയായിട്ടും അങ്ങനെ കഴിഞ്ഞു കൂടുന്ന ഒരു കാലമായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് പെരുവല്ലൂരത്തെ ആ കാലഘട്ടത്തിൽ പിന്നെ അവിടെ ആനയുണ്ടായിരുന്നു, 2 ആനയുണ്ടായിരുന്നു. അത് ചെറിയൊരു ആനയും വലിയ ആനയും. ആ ആന പണിക്കരുടെ ആന എന്നാണ് പറയുക. ഗുരുവായൂർ കേശവൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ആനയാണത്. ഉണ്ണികൃഷ്ണൻ എന്നാണ് ആനയുടെ പേര്. അതിൻ്റെ പാപ്പാൻ എൻ്റെ ഓർമ്മ ശരി കിട്ടുമാര് പാപ്പാണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ കിട്ടുകാർ എന്താ വെച്ചാൽ ഈ ആനയുടെ വാലൊക്കെ എനിക്ക് തരും, മുറിച്ച് തരും. ഞാൻ എന്നിട്ടത് സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഈ വാല് കൊടുക്കും, വലിയ കാര്യമായിട്ട് ആനയുടെ വാല്. ഞാൻ ചിലപ്പോൾ ആനയെ പിന്നിൽ ചെന്ന് ഈ പനയുടെ പട്ടോണ്ടൊക്കെ അടിക്കും, പിന്നിൽ ചെന്നിട്ട് ഇങ്ങനെ തട്ടും. ആന മൈൻഡ് ചെയ്യില്ല, ആന എന്താ അറിയണത് അറിയോ. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു നാടൻ കൃഷിക്കാരൻ്റെ മട്ടിൽ വളരെ സാത്വികമായിട്ടുള്ള രീതിയിലും അമ്പലക്കുളവും ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചു വന്നായിരുന്നു ഞാൻ. അങ്ങനെ അവിടുത്തെ പഠിപ്പ് കഴിഞ്ഞോട് കൂടിയിട്ടാണ് പിന്നെ അടുത്തുള്ള സ്ഥലം തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് ശ്രീ കേരളവർമ്മ കോളേജ്. അപ്പോൾ ഭയങ്കര അട്രാക്ഷൻ ഉണ്ടായിരുന്നു അവിടെ പോകാൻ, അവിടെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് തൃശ്ശൂർക്ക് പഠിക്കാൻ കാരണം. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1957 ഇവിടെ വന്നത് കൊല്ലം. അങ്ങനെ ഇവിടെ വന്നതോടുകൂടിയിട്ട് ഇവിടുത്തെ ചുറ്റുപാടുകളും പട്ടണവും ഇതൊക്കെ കണ്ടോടുകൂടി ഒരു നാടൻ കൃഷിക്കാരൻ്റെ അന്തം വിടലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന്. അന്ന് ഇവിടുത്തെ പട്ടണത്തിൻ്റെ ഇന്ന് കാണുന്ന മാതിരിയൊന്നും അല്ലെങ്കിലും ഒരു പുതുമ അന്ന് വല്ലാതെ ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ വന്ന് കോളേജൊക്കെ കൊണ്ട് മാഷന്മാരൊക്കെ ഇംഗ്ലീഷിലാണെന്ന് ക്ലാസ് എടുക്കണമെന്ന് സംസാരിക്കണം. ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ അത് മലയാളത്തിലൊക്കെ ആയിരുന്നു, പക്ഷേ ഇവിടെ ഇംഗ്ലീഷായിരുന്നു. ആകപ്പാട് കൂടി ഒരു 10 ക്ലാസ് എല്ലാം കൂടി അങ്ങനെ കഴിഞ്ഞു കൂടുമ്പോൾ പഠിച്ചുകൊണ്ട് അങ്ങനെ കൊല്ലങ്ങൾ ഓരോന്നോരോന്നായിട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ആ ഫസ്റ്റ് ഇയർ പാസ്സായത് കൂടിയിട്ടാണ് എനിക്കിഷ്ടം കെമിസ്ട്രി BSc ചേരാൻ തീർന്നത്. അതിനൊരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഇത് മുമ്പൊരു സിനിമാ ഡയറക്ടർക്ക് ഒരു ഡിഗ്രി കണ്ടു, BSc ഓണേഴ്സിന്. അതാണ് എന്നെ ആദ്യം അട്രാക്ട് ചെയ്യാൻ കാരണം. അങ്ങനെയാണ് BSc കെമിസ്ട്രിക്ക് പോയത്, അല്ലാണ്ട് കെമിസ്ട്രിയോട് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ 2 കൊല്ലമൊക്കെ അവിടെ പഠിച്ച് കെമിസ്ട്രി പഠിച്ച് കുറച്ച് ആയോട് കൂടിയിട്ടാണ് എനിക്ക് ആ സബ്ജക്റ്റിനോട് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം തോന്നാറായതോടെ ഞാൻ ലിറ്ററേച്ചർ ആവാമെന്ന് കയറി. അപ്പോൾ അന്നേ ഞാൻ ഈ മാതൃഭൂമി ആഴ്ചപ്പതിലും അതിലൊക്കെ കഥകളൊക്കെ എഴുതാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സാഹിത്യത്തിനോട് കുറച്ച് കമ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മലയാളത്തിന് അവിടെ ചേർന്നു. മലയാളത്തിൽ ചേർന്ന് അന്ന് KP നാരായണ പിഷാരടി തുടങ്ങിയ വലിയ ആളുകളൊക്കെ പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ, പഠിപ്പിക്കാനുണ്ടായിരുന്നു, വലിയ ഗുരുക്കന്മാരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും പങ്കുകൊള്ളും. ടൗണിലും ഒരു ഭാഗമായിട്ട് എല്ലാവരുമായിട്ടും കോണ്ടാക്ട് ചെയ്ത് ഇവിടുത്തെ പൊതുജനങ്ങളും ലോക്കലായിട്ടുള്ള ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര ഇൻഫ്ലുവൻസ് ആയിരുന്നു. അങ്ങനെയാണ് ആ കൊല്ലം അവിടെ കഴിഞ്ഞുകൂടിയത്. അങ്ങനെ തൃശ്ശൂരിൽ ഈ കോളേജ് കൂടി കഴിഞ്ഞോട് കൂടിയിട്ടാണ് ആ സമയത്താണ് പിന്നെ ഇവിടെ യാദൃച്ഛികമായിട്ട് പത്മരാജൻ ഇവിടെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പെരുവള്ളൂരിൽ നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട് വർഗീസ് ഈ സിലോൺ ലോഡ്ജിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിലോൺ ലോഡ്ജിൽ താമസിക്കുമ്പോൾ ഇടയ്ക്ക് വർഗീസിനെ ഒന്ന് കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ യാദൃച്ഛികമായിട്ട് വളരെ വിചിത്രമായ ഒരു കണ്ടുമുട്ടലാണ് ഉണ്ടായിരുന്നത്. അവിടെ വേറൊരു സുമുഖനായ ചെറുപ്പക്കാരൻ മെലിഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ. ഉടനെ വർഗീസ് വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. ഒരു പെരുമ്പാവൂർ കോതമംഗലം ആ ഭാഗത്തുള്ള ആളാണ്. അപ്പോൾ വർഗീസ് പരിചയപ്പെടുത്തി ഇത് പത്മരാജൻ എന്ന് പറഞ്ഞു, എന്നെയും പരിചയപ്പെടുത്തി ഇത് ഉണ്ണിമേനോനെന്ന് പരിചയപ്പെടുത്തി. ഹലോ എന്ന് പറഞ്ഞ് ഷെയ്ക്കൻ ചെയ്ത് വർത്തമാനമൊക്കെ പറഞ്ഞു. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു വർഗീസാണ് ഉത്തരം പറഞ്ഞത്. ഇവിടെ തൃശ്ശൂർ ആകാശവാണിയിൽ അനൗൺസറായിട്ട് ഇപ്പോൾ പുതുതായി വന്ന ആളാണെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഉടനെ നാച്ചുറലി ഞങ്ങൾ ചെയ്യാറുള്ള മാതിരി ഞാൻ ആ മേശപ്പുറത്ത് കണ്ട ഒരു പാക്കറ്റ് സ്റ്റാർമിനാർ സിഗരറ്റ്, അതിനകത്ത് ഫേമസ് ബ്രാൻഡാണ്, അതെടുത്തിട്ട് ഒരെണ്ണം കത്തിച്ച് വലിക്കുകയും ഒരെണ്ണം പത്മരാജന് എന്ന് പറഞ്ഞ ആളെ ഞാൻ അധികം പരിചയമില്ലല്ലോ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പത്മരാജൻ സോറി ഞാനിത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ആവാന്നുള്ള കാര്യമുള്ളൂ, അപ്പോൾ അതൊക്കെ ശീലമാകും എന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ കത്തിച്ച് അവിടെ ഇട്ടു, വലിച്ചില്ല. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കൂജ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ കൂജയിൽ ഒരു വെള്ളം ഒരു കുപ്പിടി ഞാനിങ്ങനെ എടുത്ത് കുടിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു സഞ്ചി ഉണ്ടാവും. അപ്പോൾ ഈ ബനിയൻ്റെ ഉള്ളിൽ ആ സഞ്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ പോയപ്പോൾ ആ സഞ്ചി മുഴുവൻ നനഞ്ഞു. ഈ പത്മരാജൻ എന്ന് പറഞ്ഞ ആൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിയത് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഈ രംഗം കണ്ടിട്ട്. വർഗീസിന് പിന്നെ ഭാവഭേദമൊന്നുമില്ല, അങ്ങനെ പോകും. അങ്ങനെ അവിടെ വെച്ച് കണ്ടുപോയി അധികം വർത്തമാനമൊന്നും പിന്നെ പറയാൻ പോയില്ല. ഞങ്ങൾ ഇറങ്ങി എനിക്ക് ഇവിടെ ഒരു സബ് ഇൻസ്പെക്ടറെ കാണേണ്ട കാര്യമുണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വർഗീസ് പറഞ്ഞു അതെന്ത് പോക്കാതെ അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓരോ വർത്തമാനങ്ങളും തമാശകളും അല്ല ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി പോകും. അത് കഴിഞ്ഞ് പിന്നീട് പലപ്പോഴും ഞാൻ വരുമ്പോൾ ചിലപ്പോൾ വർഗീസ് ഉണ്ടാവില്ല, പത്മരാജൻ തൊട്ടടുത്ത മുറിയുണ്ട്, അവിടെ ഉണ്ടാവും. അത് ഡ്യൂട്ടി അനുസരിച്ചിരിക്കും. അപ്പോൾ അവിടെ വെച്ച് കാണും. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ പതുക്കെ പോകുന്നത് ഇവിടെ ഈ നാരങ്ങാക്കടയുണ്ട് ഇവിടെ തൊട്ടടുത്ത്. ആ നാരങ്ങാക്കടയിൽ നിന്ന് നാരങ്ങ വെള്ളം കഴിക്കും.
അത് കഴിഞ്ഞ് പിന്നെ റൗണ്ടിൽ പോയിട്ട് തേക്കുംകാട്ടിലൊക്കെ ഒന്ന് കറങ്ങി അവിടുത്തെ ഹോട്ടലുകളിലൊക്കെ പതുക്കെ പോകാൻ തുടങ്ങി. പല പരിചയക്കാരെ എൻ്റെ പല വലിയ മുതിർന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു വരാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ പത്മരാജന് പരിചയപ്പെടുത്തി കൊടുത്തു. സെൻട്രൽ ഹോട്ടൽ, കാസിനോ ഹോട്ടൽ, ഇങ്ങനെയുള്ള വലിയ ഹോട്ടലുകളിലൊക്കെ പോകാറുണ്ട്, അവരെ പരിചയപ്പെടുത്തുകയും ചെയ്തു. പിന്നെ മാത്രമല്ല അവിടെ നോക്കുമ്പോൾ പത്മരാജൻ്റെ മേശപ്പുറത്ത് നിറച്ച് ബുക്കുകളുണ്ട്, ഇംഗ്ലീഷ് ബുക്കുകൾ, പുസ്തകം വായിക്കും. അപ്പോഴാണ് പത്മരാജന് ഞാനിത് ഇൻട്രസ്റ്റ് അത് കണ്ടപ്പോൾ സാഹിത്യത്തിൽ ഞാനും എഴുതാറുണ്ട്, മാതൃഭൂമിയിലൊക്കെ എഴുതുമെന്ന് പറഞ്ഞപ്പോൾ പത്മരാജന് ഭയങ്കര അപ്രീസിയേഷനായി. പത്മരാജനോട് സാധിക്കാത്തതാണ് അതൊരു മാതൃഭൂമിയിൽ എഴുതുക എന്നുള്ളത്. അങ്ങനെ ലോല ബിക്സ്ഫോർഡ് എന്ന് പറഞ്ഞ കഥ എടുത്ത് എനിക്ക് കാണിച്ചു, കൗമുദിയിൽ വന്നിട്ട് കാണിച്ചു തന്നു. അപ്പോൾ അത് കാണിച്ചു തന്ന് അത് വായിച്ചു കഴിഞ്ഞ് സാഹിത്യത്തിൽ പതുക്കെ പതുക്കെ ഞങ്ങൾ വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ സാഹിത്യകാരന്മാരെയും ചിലരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് അങ്ങനെ ആ ദിവസങ്ങൾ മാറിത്തുടങ്ങി. വരുമ്പോഴൊക്കെ ചിലപ്പോൾ ഡ്യൂട്ടി ഉണ്ടാവില്ല, പക്ഷേ എന്നാലും ഞങ്ങൾ സമയം കണ്ടെത്തി എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഇവിടെ കറങ്ങിയും എല്ലാവരുമായിട്ടും കറങ്ങിയും പരിചയപ്പെടുകയൊക്കെ ആയിട്ട് നിന്നും അങ്ങനെയാണ് ആ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിച്ച് വലുതായി വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പരസ്പരം ഞങ്ങൾ അന്യോന്യം വീട്ടിലെ രഹസ്യങ്ങളും അവനവൻ്റെ കുടുംബ രഹസ്യങ്ങളും ഒക്കെ തമ്മിൽ കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു. അത് ഈ സംഭവങ്ങളൊക്കെ ഈ സിലോൺ ലോഡ്ജാണ് ഇതിന് സാക്ഷി ആയിട്ടുള്ളത്. അത് എത്രയോ കൊല്ലം 60കളുടെ ആദ്യം ഉള്ളതാണ്. ഇന്നും അതവിടെ ഇതെവിടെ ആ ലോഡ്ജ് അവിടെ നിലനിൽക്കുകയാണ്. പത്മരാജൻ എത്തിപ്പെട്ടതോടുകൂടി പത്മരാജനുമായിട്ട് ഞാൻ വളരെ അടുപ്പം ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ പത്മരാജൻ അന്നാ സമയത്ത് ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് അന്ന് ഈ കോളേജ് പിന്നെ പഴുതായി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ കോളേജിലൊക്കെ വരും, ഈ ഭാഗത്തൊക്കെ വന്ന് കറങ്ങാറുണ്ട്. അപ്പോൾ എന്ത് പറ്റിച്ചാൽ ആ കാലഘട്ടത്തിൽ കോളേജിൽ വന്ന സമയത്ത് ഈ സാഹിത്യമാണ് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചിട്ടുള്ളത്. ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലിയായിട്ടാണ് പത്മരാജൻ വന്നത്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്ന് പറയുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. ആ സമയത്ത് യാദൃച്ഛികമായിട്ട് പത്മരാജന് ഒരു പ്രണയബന്ധമുണ്ടായിരുന്നു. സൈമിൾട്ടേനിയസ് ആയിട്ട് എനിക്കും ഉണ്ടായിരുന്നൊരു പ്രേമബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റിച്ചാൽ പിന്നെ ആ സമയത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ പ്രേമഭാജനം ഇവിടെ കേരളവർമ്മ കോളേജിൽ വന്ന് സുവോളജി BSc ചേർന്നു. പത്മരാജൻ്റെ പ്രേമഭാജനം എന്ന് പറഞ്ഞാൽ അവരവിടെ ആകാശവാണിയിൽ ജോലിക്കായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഈ രണ്ട് കണക്ഷൻ വെച്ചുകൊണ്ടാണ് ഞങ്ങളെപ്പോഴും തേക്കുംകാട്ടിലും അവിടെ ഇവിടെയൊക്കെ നടക്കും, കറങ്ങും, ഒഴിവ് സമയങ്ങളിലൊക്കെ കറങ്ങും. ഇവിടുത്തെ ലോക്കലായിട്ടുള്ള എല്ലാ ആളുകളൊക്കെ എനിക്ക് വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകളായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അവരൊക്കെ പത്മരാജനായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഈ ജീവിത രഹസ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് പറയുകയും ഒക്കെ ചെയ്തു. അന്ന് പത്മരാജനാണെങ്കിൽ അന്ന് ഈ പറയുന്നത് മുഴുവൻ ഒരു കമ്പ്യൂട്ടർ മാതിരി ഒബ്സർവ് ചെയ്ത് വെച്ചിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരുന്നു. അങ്ങനെയാണ് ഇവിടുത്തെ ഈ എൻ്റെ ഇപ്പോൾ പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടായി. അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അന്ന് വെറും പ്രണയമല്ലായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ബന്ധങ്ങൾ നടന്നു പോകുമ്പോഴൊക്കെ കാണാൻ വേണ്ടി വരണം. കേരള കോളേജിൽ കാണാൻ വേണ്ടി വരും. ഇവിടെ ക്ലാസ്സുകളിലൊക്കെ പോകാൻ അന്ന് ക്ലാസ്സിലെ മാഷന്മാരൊക്കെ എൻ്റെ ഫ്രണ്ട്സും പരിചയമായി കഴിഞ്ഞു. അപ്പോൾ അവർ ഫ്രീയാണ്, ക്ലാസ്സിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരും, വർത്തമാനം പറഞ്ഞു പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു പതിവ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇൻക്ലൂഡിങ് MT വാസുദേവൻ നായർ വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഞാൻ MT കാണിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ വൈഫ് ഉഷ എന്നാണ് പേര്, അവരെയും കുറച്ച് ക്ലാസ്മേറ്റ്സ് പെൺകുട്ടികളെയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്ത് അവർക്ക് വലിയ ആരാധന ഇരുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ എന്നാൽ എൻ്റെ ഫ്രണ്ട്സാണ്, വളരെ ഫ്രണ്ട്സായിരുന്നു. ഈ കാലഘട്ടം ഇതൊക്കെ എല്ലാം പത്മരാജന് അറിയാവുന്ന കാര്യങ്ങളാണ്, ഒക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കാണാൻ വളരെ വിഷമമുണ്ട്. വീട്ടിൽ നിന്നൊക്കെ വളരെ റെസ്ട്രിക്ഷനാണല്ലോ അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അമ്പലത്തിൽ വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി വരിക, അങ്ങനെ ഒരു ഇതില്ലേ. അപ്പോൾ അവിടെ ഞാൻ പെരുവല്ലൂരിൽ നിന്ന് വരും, ഇവിടെ വന്ന് ചിലപ്പോൾ മുറിയൊക്കെ എടുത്ത് താമസിക്കുകയൊക്കെ ചെയ്യും. പത്തൻസ് ഹോട്ടലിൻ്റെ അടുത്തൊക്കെ ഉള്ള മുറികളുണ്ട്, ചെറിയ വാടകയൊക്കെ ഉള്ളൂ. ഒന്ന് 1.5 രൂപ 2 രൂപ ഒക്കെ വാടകയുള്ളൂ. അവിടെ വന്ന് താമസിച്ച് കാലത്ത് അമ്പലത്തിൽ പോകുന്ന സമയം അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് കാണാൻ വേണ്ടി പോകും. അപ്പോൾ കുളിച്ച് തോർത്തുകൊണ്ടൊക്കെ ആയിട്ട് തോർത്തിട്ടൊക്കെ പോയിട്ടാണ്. അപ്പോൾ ആ സീൻ ഒരിക്കൽ സിനിമയിലെ ഒരു പാട്ട് സീനിൽ കാണിച്ചിട്ടുണ്ട് പത്മരാജൻ. ഓരോ പ്രാവശ്യം വരുമ്പോഴും തോർത്തുമുണ്ടുകൾ ഇങ്ങനെ തോന്നിയിട്ട് കാണാം. ആ 1-ാം രാഗംപാടി എന്ന് പറഞ്ഞ പാട്ടിൽ ആ സീനാണ്. അത് പത്മരാജന് അറിയാതെ, അത് ഞങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിന് മാത്രമേ അതറിയൂ എന്താ അതിൻ്റെ ഇംപ്ലൈഡ് മീനിങ് എന്നുള്ളത്. എത്ര പ്രാവശ്യം കണ്ടു എന്നുള്ളതാണ് അതിന് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് അമ്പലത്തിൽ പോകും, കാണും, സംസാരിക്കുന്നതല്ല, ചിലപ്പോൾ റിലേഷൻസ് അമ്മയൊക്കെ ഉണ്ടാവുകയും അപ്പോൾ വളരെ അകലെ നിന്ന് പേടിച്ചിട്ടാണ് കാണാറൊക്കെ പതിവ്, കാണും. അങ്ങനെ വലിയ കമ്മ്യൂണിക്കേഷൻ അവിടെ പതിവില്ല. അത് കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ വരാൻ വേണ്ടി എൻ്റെ കസിനെ കൂട്ടിയിട്ട് പലപ്പോഴും ഇവിടെ തിയേറ്ററിൽ പോകും. കസിനും അവരെ കൂട്ടിയിട്ട് സിനിമാ തിയേറ്ററിൽ പോരുമ്പോൾ അവിടെ പോയിട്ട് മാറ്റിനിക്കൊക്കെ പോകുമ്പോൾ അടുത്തിരുന്ന് സംസാരിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അടുപ്പം ബാധിച്ചിരുന്നു.
അവർക്കൊന്നും അറിയില്ല, 17 വയസ്സ് പ്രായമുള്ള സമയമാണല്ലോ. ഇതേ രീതിയിൽ പത്മരാജൻ അവരായിട്ടും അവിടുത്തെ ബന്ധം അതും വളർന്നുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവിടെ വന്നിട്ട് കോളേജിൽ വരുമ്പോൾ കാണുന്നതായിട്ടുള്ള ഒരു സീൻ തൂവാൻ തമ്മിലിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. മോഹൻലാൽ വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ, ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണല്ലോ എൻ്റെ, അവിടെ വന്ന് കാണാൻ വേണ്ടി വിളിക്കാൻ പറ്റും. അതിന് തന്നെ എന്താ പ്രധാന കാരണം എന്താ വെച്ചാൽ, മുമ്പൊരിക്കൽ കണ്ടപ്പോൾ അല്പം ഉടക്കോട് കൂടി സംസാരിച്ചു. അതായത് തനി നാടൻ കൃഷിക്കാരൻ്റെ വർത്തമാനമാണല്ലോ എൻ്റെ, അത് അവർക്ക് അത്ര അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പോൾ അതിനെ എതിർത്തിട്ടൊക്കെ ചില സംസാരം ഉണ്ടായി വന്നാൽ കണ്ടുകളയാം. അപ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര വാശിയുള്ള കൂട്ടത്തിലാണ്. ഒരു കാര്യം ഉദ്ദേശിച്ചാൽ നടത്തിയിരിക്കൂ, അതെൻ്റെ ജന്മസ്വഭാവമാണ്, അന്നും ഇന്നും ഒക്കെ അതായത്. അങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ട് ഇവിടെ വന്ന് ഒരിക്കുമ്പോഴാണ് ഉണ്ടായിരുന്ന രംഗത്തെക്കുറിച്ച് കുറച്ച് പൊടിപ്പും നിങ്ങളൊക്കെ വെച്ചിട്ടാണ് പത്മരാജൻ ആ സീൻ കുറേ കുട്ടികൾക്ക് വരുന്നതുമായിട്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നൊക്കെ പാർവതിയാണ് ആ ഭാഗം അഭിനയിച്ചിട്ടുള്ളത്, എൻ്റെ വൈഫിൻ്റെ ഭാഗം രാധ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന ഭാഗം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവസാനം അപ്പോൾ അതിൻ്റെ അശോകം പറയുന്നുണ്ട്, നമുക്ക് പോവാന്ന് പറയുന്നുണ്ട് പേടിച്ചിട്ട്. അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. അപ്പോൾ മോഹൻലാലിനറിയാതെ ഇവിടെ അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള സമയമാണതേ. അപ്പോൾ അവരങ്ങനെ പോവുകയും ചെയ്തു. അതാണ് ആ സീൻ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പത്മരാജാണെങ്കിൽ വളരെ നിർബന്ധമായിരുന്നു ഈ നടന്ന സ്ഥലത്ത് തന്നെ ഈ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. അതാണ് തൃശ്ശൂർ ഈ കേരള കോളേജ് തന്നെ സെലക്ട് ചെയ്യാനും ഇവിടെ ഷൂട്ട് ചെയ്യാനും ഉണ്ടായിട്ടുള്ള കാരണം അതാണ്, പ്രധാന ഒരു കാരണം അതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആ ഭാഗത്ത് തന്നെ സിനിമയിൽ പിന്നെ ആ ഭാഗം കാണിക്കുന്നില്ല, ആ കോളേജ് ഭാഗം കാണിക്കില്ല. സിനിമയിൽ പിന്നെ ഭാഗങ്ങൾ കാണുന്നത് ഞങ്ങൾ വളർന്നു കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള സുഹൃത്ത് സദസ്സായിട്ടുള്ളതാണ്, ഇവിടുത്തെ സുഹൃത്തുക്കളായിട്ടുള്ള ഭാഗങ്ങളാണ് പിന്നെ കാണുന്നത്. നെക്സ്റ്റ് ഇത് കണ്ടത് അതാണ്. അപ്പോൾ അവിടെ ചെന്ന് കൂട്ടുകാരെ പരിചയപ്പെടലും ഒക്കെ ആയിട്ട് കണ്ട്, അപ്പോഴേക്കും എൻ്റെ ഞാൻ വീട്ടിൽ അച്ഛന് സുഖമില്ലാതിരിക്കുമ്പോൾ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, ആട്ടും സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരലും. അപ്പോൾ മാർക്കറ്റ്, ജയ്ഹിന്ദ് മാർക്കറ്റ് പോയിട്ട് ഈ ആടിൻ്റെ തല വാങ്ങിക്കണം, അതൊക്കെ പത്മരാജൻ അറിയാതെ അവിടെ പത്മരാജൻ്റെ മുറിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നാറിയിട്ട് കൈ പിടിക്കാനുണ്ട്, പത്മരാജനെ പിടിക്കാം. അപ്പോൾ അതൊക്കെയാണ് ആ സീൻ എടുത്തിട്ടുള്ളത്. അതേ സ്ഥലത്ത് തന്നെ വന്നിട്ട് അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗമൊക്കെ. അപ്പോൾ ഞാൻ എന്തെങ്കിലും സഞ്ചിയൊക്കെ ഉണ്ടാവും എൻ്റെ കയ്യിൽ, കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും. അതൊക്കെ വാങ്ങിക്കാൻ കൊണ്ടുവന്ന് ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചെത്തൽ. ഇത് കൊണ്ടുപോയി എത്തൽ ഇവിടുത്തെ കമ്പനിയും ആളുകളൊക്കെ ആയി കഴിഞ്ഞിട്ട് പതുക്കെ അവിടേക്ക് തിരിച്ചെത്തും. അവിടെ എത്തുന്നതോടുകൂടി എൻ്റെ മട്ടും മാറി, ഞാൻ തനി നാടൻ കൃഷിക്കാരനായിട്ടും മാറും. അപ്പോൾ അതാണ് അതിലൊരു ഡബിൾ പേഴ്സണാലിറ്റിയുടെ ഒരു അംശം വലിയ കിടന്നുണ്ട്. അത് പത്മരാജൻ വളരെ ഒബ്സർവ് ചെയ്തിട്ട് ആ ക്യാരക്ടറിൽ അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അത് മോഹൻലാൽ അത് അതിമനോഹരമായിട്ട് ചിത്രീകരിക്കുകയും ചെയ്തു, ആ രണ്ടിൻ്റെയും ലെവൽ കീപ്പ് ചെയ്തിട്ട്. അങ്ങനെയാണ് ഉണ്ടാവാൻ കാരണം. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്ന് ഈ നാരങ്ങ സർവത്ത് കടയിലൊക്കെ പോയിട്ട് കഴിക്കാറുണ്ട്, പത്മരാജനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ചിലപ്പോൾ അയാളായിട്ട് 1-2 പറഞ്ഞ് ചിലപ്പോൾ ഒരു ഉടക്കുണ്ടാവും. അപ്പോൾ വാശി, ഇന്നാ നമുക്ക് വേണ്ട, ഇവിടെ തൻ്റെ ഇത് വേണ്ട. അയാൾ ചോദിക്കുന്നുണ്ട്, പത്മരാജൻ്റെ ബലിത അവിടെ കാണുന്നുണ്ട്, ഉപ്പ് വേണമെന്ന് ചോദിക്കും, ഉപ്പ് കൂടുതൽ വേണമെന്ന് ചോദിക്കും. ഉപ്പ് ഫ്രീ ആണല്ലോ, വല്ല വിലയില്ലല്ലോ, പഞ്ചസാരയ്ക്ക് വിലയുണ്ടല്ലോ. തൻ്റെ നിന്നും വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോകും. ഇറങ്ങി പിന്നെ ചെന്ന് നേരെ ബാർ ഹോട്ടലിലേക്കാണ് പിന്നത്തെ പോക്ക്. അവിടേക്കും സുഹൃത്തുക്കൾക്കൊക്കെ അവർക്കൊക്കെ ഉള്ള ലിക്കറൊക്കെ വാങ്ങിച്ച് അവിടെ വലിയൊരു ആഘോഷമാക്കി മാറി ആ ഗംഭീരം. അപ്പോൾ ചില ഫ്രണ്ട്സ് അവിടെ എന്നെ കണ്ടറിഞ്ഞ് അവിടെ വരും. അതിലുള്ളൊരു ഫ്രണ്ടാണ് ബസ് ഓണർ ബാബു എന്ന് പറഞ്ഞ ക്യാരക്ടർ. കണ്ടിന്യൂസ് ആയിട്ട് സിഗരറ്റ് വലിച്ചിരിക്കുന്നത് എൻ്റെ ഇവിടുത്തെ വളരെ അടുത്തൊരു സുഹൃത്താണ്, പത്മരാജൻ്റെ സുഹൃത്താണ്, പരിചയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെയുള്ള രംഗങ്ങളിൽ വെച്ചിട്ടുള്ളതാണ്. അങ്ങേരുടെ ഒരു മാനറിസമാണ് ഈ കഴിച്ചു കഴിഞ്ഞാൽ ഈ കുപ്പി ഫാൻ്റെ പുറത്തേക്ക് എറിയുക എന്നുള്ളത്. അത് പത്മരാജനത് ഒബ്സർവ് ചെയ്തു, അങ്ങനെ രംഗമുള്ളത്. അപ്പോൾ അതാണ് ആ ഒരു ഭാഗത്ത് ഇയാൾ ഈ കുപ്പി ഇറങ്ങുന്നതായിട്ടുള്ള ഭാഗം അതിൽ ചിത്രീകരിക്കാൻ കാരണം. വളരെ നന്മയുക്തമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ചിത്രീകരിക്കുക മാത്രമല്ല, മുമ്പുണ്ടായിട്ടുള്ള ഞങ്ങളൊരു കുടിയാനെ ഒഴിപ്പിക്കുന്ന ഒരു ഭാഗം ഉണ്ടായില്ലേ, അതിൽ ജഗതി അത് അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഭാഗം. അങ്ങനെ അല്ലെങ്കിലും വേറെ രീതിയിലാണ് നടന്നിട്ടുള്ളതെങ്കിലും അത് പത്മരാജൻ വേറെ ഡാമിലേക്ക് കൊണ്ടുപോകണ മാതിരിയാക്കി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡാമിൽ ഇയാളെ വലിച്ചെറിയുന്ന ഒരു ഭാഗം കാണിക്കുമ്പോൾ ഒരു ഷോട്ട് ഈ ഫാനുമിലേക്ക് കുപ്പി എറിയുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും, പേടിയാണ്. അപ്പോൾ ജഗതി കാണിക്കുന്നുണ്ട്, മുഖത്ത് പേടി, നാരായണനോ രാമകൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ ഉള്ളിലുള്ള സൽസ്വഭാവം ഉണ്ടല്ലോ, നല്ല സ്വഭാവം, അതവിടെ കാണിക്കുന്നുണ്ട്. ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് പേടിപ്പെടുത്തുക. പണ്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, പാമ്പിനെ തല്ലിക്കൊല്ലണ്ട, പേടിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞ മാതിരി ജസ്റ്റ് പേടിപ്പിച്ചിട്ട് അങ്ങനെ വിട്ടു. അയാൾ അതോടുകൂടി എല്ലാം സമസ്താപരാധം പറഞ്ഞ് പോവുകയൊക്കെ ചെയ്തു, കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അതാണ് ആ ഭാഗം ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ആ ഭാഗം, തൃശ്ശൂരുള്ള ഭാഗത്തുള്ള എല്ലാ ഭാഗവും അവിടെ ചിത്രീകരിച്ച് കഴിഞ്ഞു. പിന്നെ പൊടിപ്പും തൊങ്ങലൊക്കെ ആയിട്ട് വേറെ ചില പ്രേമബന്ധങ്ങളൊക്കെ അതിൽ കൊണ്ടുവച്ചിട്ട് പടത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ കേരള കോളേജായിട്ടുള്ള ബന്ധം വളരെ അടുത്ത ബന്ധമാണ്. പത്മരാജനായിട്ട് പലപ്പോഴും ഇവിടെ വരാറുണ്ട്. ഇവിടെയൊക്കെ കറങ്ങും പിന്നെയും പോവും. അത് കഴിഞ്ഞ് ജോർജുമായിട്ട് ഞങ്ങൾ ഗുരുവായൂർ ആ ഭാഗത്തൊക്കെ കറങ്ങാറുണ്ട്, പല ദിക്കിലും കറങ്ങാറുണ്ട്. അങ്ങനെ കറങ്ങുമ്പോൾ ഒരു ഭാഗത്താണ് ഇതേമാതിരി 2 കന്യാസികൾ നടന്നു പോകണുണ്ടായിരുന്നു.
അപ്പോൾ ഈ കന്യാസ്ത്രീകളെ കണ്ടപ്പോഴും എൻ്റെ ഫ്രണ്ട് ജോർജ് അവരെ പിടിച്ച് ലിഫ്റ്റ് കാറിൽ കയറ്റി. അത് പരമ്പരാനെ ഓർമ്മയുണ്ട്. കയറ്റി കണ്ടപ്പോൾ അറിയില്ല ഈ കന്യാസ്ത്രീകളൊക്കെ കാറിൽ കയറ്റുമോ. കയറ്റി കഴിഞ്ഞാൽ അയാളുടെ സിസ്റ്ററാണ് അതിലുള്ളത്. ആ കന്യാസ്ത്രീ അയാളുടെ സിസ്റ്ററായിരുന്നു. അതുകൊണ്ടാണ് കയറിയത്. അവരെ പള്ളിയിൽ കൊണ്ടിറക്കുകയും ചെയ്തു. അതാണ് പരമ്പരാൻ ആ പാട്ടിൻ്റെ സീനിൽ ഒരു കന്യാസ്ത്രീകൾ വന്നപ്പോൾ മോഹൻലാൽ പിന്നാലെ പോകുന്നുണ്ട്. അത് മനസ്സിലായി. അത് അറിയില്ല, നമുക്കൊക്കെ അറിയില്ല എന്താ നടന്നതെന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ കാറിൻ്റെ എന്തോ ഒരു സാധനം വാങ്ങിക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അച്ഛൻ എന്ത് ചോദിച്ചാൽ എനിക്ക് ചെക്ക് തന്നു. ബാങ്കിൽ പോയിട്ട് പൈസ എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പോവും, ബസ്സിലൊക്കെ പോവും. ഞാനപ്പോൾ ഈ മെക്കാനിക്കിനെ സഹായിക്കാൻ ഈ ലുങ്കിയൊക്കെ ഇട്ടിട്ടായിരുന്നു. വേഗം ഈ ചെക്ക് വാങ്ങിച്ച് നേരെ ബാങ്കിൽ പോയി. ആ ബാങ്ക് ഗുരുവായൂരായിരുന്നു. ഗുരുവായൂർ ബാങ്കിൽ പോയിട്ട് ക്യാഷ് എടുത്തു. ക്യാഷ് എടുത്തപ്പോൾ എനിക്ക് തോന്നി എന്നോ തൃശ്ശൂരൊക്കെ ഒന്ന് പോയിട്ട് വന്നാലോ ഒരു ഐഡിയ. അങ്ങനെ നേരെ തൃശ്ശൂർക്ക് വിട്ടു. തൃശ്ശൂർക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചിന്ത പത്തൻസിൽ മസാല ദോശ കഴിക്കുക എന്നുള്ളതാണ്. ഒരു റോസ് മിൽക്കും മസാല ദോശയും സ്ഥിരം ബ്രാൻഡാണ്. അത് കഴിച്ച് അവിടെ നോക്കുമ്പോണ്ട് മരക്കാർ മോട്ടോർ സയൻസിൻ്റെ തൊട്ടടുത്ത് പത്തൻസിൻ്റെ അടുത്ത് അവിടെ അങ്ങനെ ബുള്ളറ്റ് നിരത്തി വെച്ചിരിക്കണം. അപ്പോൾ പണ്ടേ മനസ്സിലൊരു ആഗ്രഹം ഉണ്ട്, ഒന്ന് ചോദിച്ചു ഇവിടെ ചെന്നിട്ട് ഇത് ബുള്ളറ്റ് എന്താ ഇതിൻ്റെ വില. അപ്പോൾ അയാൾ പറഞ്ഞു ആവശ്യമില്ലാത്ത കാര്യമൊക്കെ എന്തിനാ അന്വേഷിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അതെനിക്ക് സ്വല്പം ഇൻസൾട്ടിങ് ആയിട്ട് തോന്നി. എന്നെ കണ്ടപ്പോൾ മതിപ്പുണ്ടായില്ല ആൾക്ക്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിവിടെ ഇത് വെച്ചിട്ടുള്ളത് വിൽക്കാൻ മേടിച്ചിട്ടുള്ളതല്ലേ സാധനങ്ങൾ, ഇങ്ങനെയാണോ കസ്റ്റമേഴ്സിനോട് പെരുമാറുക. കുറച്ചൊക്കെ ഇംഗ്ലീഷും പറയാൻ തുടങ്ങി. അതോടുകൂടി അയാളുടെ മട്ട് മാറി. അപ്പോൾ അയാൾ വില പറഞ്ഞു, ഇത്ര വില എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 5000 റുപ്യ ഉണ്ടായിരുന്നു. അത് നോട്ട് അയാളുടെ മേശപ്പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ ബൈക്ക് ഞാൻ എടുത്തു, ബാക്കി കാശ് കൊണ്ട് തരുന്നു. അങ്ങനെ ഫാനിൻ്റെ സ്വിച്ച് ഇട്ടു. ഒരു ബെർക്കിലി സിഗരറ്റ് ഉണ്ട് അന്നത്തെ. ആ പാക്കറ്റ് ഒന്നും വലിക്കാൻ എനിക്ക് സിഗരറ്റൊന്നും വേണ്ട പറഞ്ഞു. എന്നിട്ട് അപ്പം തന്നെ ബൈക്ക് വാങ്ങിച്ചു. ഇത് വിചാരിക്കാത്ത കാര്യമാണ്. കാറിന് വാങ്ങിക്കേണ്ട ഒരു മെക്കാനിക് സാധനമുള്ള അതും വാങ്ങിച്ചിട്ട് എനിക്കിത് ഓടിക്കാറിയില്ല. കാർ ഓടിക്കും, മോട്ടോർ ബൈക്ക് ഓടിക്കാറിയില്ല. അപ്പോൾ അവിടെ ബ്രോക്കർമാർ നിൽക്കുന്നുണ്ട്. ആ ഒരു ബ്രോക്കറെ വിളിച്ചിട്ട് ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ആ മോട്ടോർ ബൈക്കിൽ ഞാൻ നേരെ പോന്നു. ഇപ്പോൾ ചിറ്റിലപ്പള്ളി എന്ന സ്ഥലത്തൊരു ഗ്രൗണ്ടുണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഇതിൻ്റെ ആർട്ട് പഠിച്ചു. എങ്ങനെയൊക്കെയാണ് ഓടിക്കുക പിടിക്കുക എന്നുള്ളതൊക്കെ പഠിച്ച് മനസ്സിലായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ബ്രോക്കർക്ക് ഒരു 5 രൂപ എടുത്ത് കൊടുത്തിട്ട് താൻ പൊക്കോളൂ ഞാൻ കൊണ്ടുപോയിക്കൊള്ളൂ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ മോട്ടോർ സൈക്കിളും കൊണ്ട് പ്രകടനം ഓടിച്ചിട്ട് വീട്ടിൽ ചെന്നു. ഇത് കണ്ടോടുകൂടിയിട്ട് അവർക്ക് ആകെ ഒരു ശ്മശാന മൂകതയാണ് വീട്ടിൽ. കാരണം ഇതൊരു അപകടത്തിൻ്റെ സാധനം കൂടിയാണല്ലോ, പേടിയുണ്ട് അവർക്ക്. എന്താ ചെയ്യുക? അങ്ങനെ മോട്ടോർ ബൈക്ക് വാങ്ങിച്ചിട്ടൊരു കാര്യം അവിടെ ഉണ്ടായത്. പിന്നെ അവിടെ പ്രസിദ്ധമായി. ആ ഭാഗത്ത് മുഴുവൻ അവിടെ ഒന്നും ബൈക്കൊന്നും ആർക്കും ഇല്ല, ഒരാൾക്കും ഇല്ല. അവിടെ കാറും അതെ, നമ്മുടെ വീട്ടിൽ മാത്രമേ കാറുള്ളൂ. ബസ്സും ആ വഴിക്ക് അധികം ഓടിയിരുന്നില്ല കാലം. അതാണ് ആ കാലഘട്ടം വന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ചിലപ്പോൾ തൃശ്ശൂർക്ക് പോകുക എന്നുള്ളൊരു വലിയ ആഘോഷമായിട്ട് പോകാറുള്ളത്. നഗരം കാണാൻ വേണ്ടി പോകും. കേരളോർമ്മ കോളേജിലുണ്ടായിരുന്ന പിന്നെ എൻ്റെ ഓർമ്മയിൽ ചില കാര്യങ്ങൾ മുഴുവനൊന്നും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ ഇവിടെ ഉഷ എൻ്റെ വൈഫിൻ്റെ പേര് ഉഷ എന്നാണ്. ഉഷയെ കാണാൻ ഈ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ വരാറുണ്ട്. വന്ന് വരുമ്പോൾ ചിലപ്പോൾ ഉഷ റിക്ഷയിലാണ് വരിക. അപ്പോൾ റിക്ഷയിൽ വരുന്ന ഒരാൾ മുമ്പ് ഞാൻ പരിചയപ്പെട്ട് അയാൾ ടാക്സി ഡ്രൈവറായിട്ട് മാറി. അപ്പോൾ അയാൾ പറയാറുണ്ട് ഞാനാണ് റിക്ഷയിൽ ഇവരെ കൊണ്ടുവന്നിരുന്നതെന്ന് പറയാറുണ്ട്. കേശവൻ എന്നാണ് അയാളുടെ പേര്. അതൊക്കെ മരിച്ചു പോയി അവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വന്ന് കാണും. അപ്പോൾ ഉഷയെ കാണുമ്പോൾ ഞാൻ അങ്ങനെ പതുക്കെ മുഖത്തേക്ക് വളരെ ശ്രദ്ധിച്ച് നോക്കും. അപ്പോൾ ഉഷ അന്തം വിട്ട് അറിയില്ല, ഉഷയ്ക്ക് അറിയില്ല ആരാ നോക്കണമെന്നുള്ളത്, ഞാനാണ് നോക്കുന്നതേ. അപ്പോൾ അങ്ങനെ അന്തം വിട്ട് നോക്കും. 2 അനിയന്മാരും അപ്പുറത്തിരിക്കാറുണ്ട്. അപ്പോൾ അവരോടും പറയുക ഈ ആൾ പല പ്രാവശ്യമായാലും അങ്ങനെ കാണുന്നു എന്ന് പറയാറുണ്ട്. അതൊക്കെ പിന്നീട് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ സീൻ കഴിഞ്ഞിട്ടാണ് പിന്നെ കോളേജിൽ വന്ന കാലഘട്ടത്തിലും ഞാനിവിടെ ഇപ്പോൾ അശോകനായിട്ട് ഇവിടെ വിളിക്കുന്ന ആദ്യത്തെ രംഗമുണ്ട്. കോളേജിൽ ഫസ്റ്റ് മോഹൻലാൽ വന്നിട്ട് ഇതിൻ്റെ അടുത്തുള്ളത് അവിടെ ആൽത്തറയുടെ മുമ്പിൽ വെച്ചിട്ടാണ് കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ പോകുമ്പോൾ തന്നെ ധൈര്യമായിട്ടാണ് പോണത് ജയകൃഷ്ണൻ. പക്ഷേ അശോകന് പേടിയുണ്ട്, ഈ സ്റ്റുഡൻസ് വന്നിട്ട് വല്ലതൊക്കെ ചെയ്യുമെന്ന് പേടിയുണ്ട്. അപ്പോൾ അത് കാരണം അശോകൻ പിന്നെയും വലിക്കുന്നുണ്ട്. മോഹൻലാൽ മൈൻഡ് ചെയ്യില്ല. മോഹൻലാൽ മീൻസ് ജയകൃഷ്ണൻ മൈൻഡ് ചെയ്യില്ല. അത് ജയകൃഷ്ണൻ നല്ല ധൈര്യമുണ്ട്. ഇന്നത്തെ ഇത് ഈ സ്ഥലം മുഴുവൻ കയ്യിലിറക്കിയിട്ടുള്ളതാണ്. പ്രിൻസിപ്പളെ വരെ പരിചയമുണ്ട്. ഒരു വാക്ക് പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്ന പ്രിൻസിപ്പളില്ലേ അയാൾക്ക് ഞാനാണ് ആദ്യം മദ്യം കഴിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഏറെക്കുറെ കുറച്ചൊക്കെ ശരിയാണ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ മലയാളം BA ഫസ്റ്റ് ലിറ്ററേച്ചറിന് പഠിച്ചാണ്. അന്ന് ഇതിനകത്തത്ര ഇതുണ്ട്. അന്ന് പണ്ട് രാജാവിന് ഇവിടെ കേരളവർമ്മ തമ്പുരാന് കുതിരാലയം ഉണ്ടായിരുന്നു.
കുതിരകളെ സൂക്ഷിക്കുന്നത്. ആ സ്ഥലം മാറ്റിയിട്ടാണ് അവിടെ മലയാളം വരുന്നത്. അപ്പോൾ അന്ന് ക്ലാസ്സിൽ ഞാൻ ഒരാളേ ഉള്ളൂ മലയാളത്തിന്. അപ്പോൾ കെ പി നാരായണ പ്രസാദിരിക്കണം. അപ്പോൾ അങ്ങേരുടെ ആരാധനയോട് കൂടിയിട്ടൊക്കെയാണ് അതിരുന്നത്. അപ്പോൾ ആ ക്ലാസ്സിലേക്ക് ഞാൻ വേണ്ടിയിരുന്ന് വെച്ചാൽ കാര്യം കിട്ടാതെ അപ്പോൾ 1-2 ആളെ ഒപ്പിച്ചു. ഫിസിക്സിൽ നിന്ന് ഒരാൾ വന്നു, കെമിസ്ട്രിയിൽ നിന്ന് ഒരാൾ വന്നു. അപ്പോൾ എനിക്ക് ഇടയ്ക്കൊക്കെ ക്യാൻറ്റീനിലേക്ക് അവിടേക്ക് ഓടി പോകാനൊക്കെ ചെയ്യും. മാത്രമല്ല നാരായണ പ്രസാദിക്ക് ഇത്തിരി തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ മാഷക്ക് വേണ്ട മരുന്ന് വാങ്ങിക്കാനോ എന്ത് കാര്യത്തിലും ഞാൻ ഓടിപ്പോയിട്ട് ഓരോന്ന് കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ അത് ഔട്ട്സൈഡ് ആക്ടിവിറ്റീസിലും ഞാൻ കിടന്ന് കയറും. അപ്പോൾ ക്ലാസ്സിൽ അവരുണ്ടാവുമല്ലോ. ക്ലാസ്സിൽ നിന്ന് പോയാലും അങ്ങനെ ഇരിക്കുന്നതാണ്. അതിന് മുമ്പ് തന്നെ അതേമാതിരി ക്ലാസ്സിൽ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്താണ് ജോർജ് എന്ന് പറഞ്ഞ ആൾ, ജോർജ് എന്ന് പറഞ്ഞ ശരിക്കുള്ള പേര് തൂവാനത്തുമ്പികളിൽ ബാബു ബസ് ഓണർ അന്നൊരു വലിയ 5 ടൺ മറ്റേ മോട്ടോർ ബൈക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പരീക്ഷ ഈ മുറിയിലാണ് ഇരുന്നത്, പരീക്ഷ എഴുതിയിരുന്നത്. ആ മുറിയിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജോർജ് വന്ന് ഹോണടിക്കും. ഹോണടിക്കുമ്പോൾ വെച്ചാൽ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുക എറണാകുളത്ത്. ഇത് വല്ലപ്പോഴും സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് വന്ന് വിളിക്കുക. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. ഞാൻ എഴുതി വരുമ്പോഴേക്കും ഞാൻ ഇറങ്ങി. അപ്പം സൂപ്പർവൈസർ പിടിച്ചു, പോകാൻ പാടില്ല അരമണിക്കൂർ. അതൊക്കെ പോയി എനിക്ക് കളിയാണ് വലുത്, പരീക്ഷയൊക്കെ വലുത് കളിയാണ്, കാണാൻ പോവുക എറണാകുളത്ത്. പക്ഷെ എന്ത് പണി ചെയ്തോളം പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈക്കിൽ കയറി, ഞങ്ങൾ ബൈക്കിൽ എറണാകുളത്തേക്ക് പോയി. അങ്ങനെ വന്ന് പ്രിൻസിപ്പാൾക്ക് കംപ്ലയിൻറ്റ് ചെയ്തു. അങ്ങനെ പ്രിൻസിപ്പാൾ വന്നിട്ട് എന്നെ ശാസിക്കുകയും കുറച്ചൊക്കെ ഒരു സസ്പെൻഷൻ മാതിരിയൊക്കെ കുറച്ച് കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതോടുകൂടി ആ വീട്ടിലേക്കും വിവരം അറിയിച്ചു. അതോട് വീട്ടിൽ അച്ഛനവർക്കൊക്കെ കുറച്ച് വിഷമമുണ്ടായി. അപ്പോൾ ഞാനാണെങ്കിൽ ആരും കൂസാത്തൊരു കൂട്ടത്തിലാണ്. പക്ഷേ തന്ത്രങ്ങളുണ്ടേനും ഡിപ്ലോമസി ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഒരിക്കലും ഇവരൊക്കെ അന്തം വിട്ടു. ഇനി എടുക്കില്ല, അതുമാതിരിയുള്ള പണികൾ അവിടെ ചെയ്തു. അതായത് എൻ്റെ കൂട്ടുകാരെ ഇവിടെ വന്ന് ചിലപ്പോൾ വെള്ളമടിച്ച് മദ്യപിച്ച് കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. കോളേജിലൊക്കെ വന്നിട്ട് ഹോസ്റ്റലിലൊക്കെ വന്നിട്ട് കൂട്ടുകാർ വന്നിട്ട്. ഞാനൊന്നും ചെയ്യാറില്ല, ഞാൻ വളരെ പെർഫെക്റ്റായിട്ടാണ് നിൽക്കാറ് പതിവ്. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഞാനൊരു പ്ലാൻ ചെയ്തു. ഒരു കറുത്ത മുണ്ടൊക്കെ ഇട്ട് തുളസി കുരുമാലയും ഒക്കെ ഇട്ടിട്ട് കഴുത്തിലിട്ടിട്ട് പ്രിൻസിപ്പാളുടെ വീട്ടിൽ നേരിട്ടാണ് ചെന്ന്. തമ്പുരാനായിരുന്നു പ്രിൻസിപ്പൾ, രാമവർമ്മ തമ്പുരാൻ, കോമേഴ്സ് പ്രൊഫസറായിരുന്നു. അങ്ങനെ വീട്ടിൽ ചെന്ന് തൊഴുത് നമസ്കരിച്ച് എനിക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റി, സ്വാമി ശരണം, നന്നായി വരൂ, ഒരു ശിക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പ്രിൻസിപ്പൾ അനുഗ്രഹിച്ചു. ഇവിടെ വന്നപ്പോൾ പിള്ളേരൊക്കെ അന്നം വിട്ടുപോയി. എങ്ങനെ ഇത് ചാക്കിട്ടെടുത്തു. ഞാനാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് പ്രിൻസിപ്പളാണ്. ആ പ്രിൻസിപ്പളെ ഞാൻ ഒരിതും ശരിയാക്കി എടുത്തിട്ട് നന്നായിട്ട്. അങ്ങനെയുള്ള ചില പഴയ ഓർമ്മകളൊക്കെ മനസ്സിലുണ്ട് ഇവിടെ ചില. പിന്നെ ഉഷയെ കാണാൻ ഇവിടെ വരലെന്ന് പറഞ്ഞാൽ ഇവിടെ പലപ്പോഴും ഇതേമാതിരി വരും, കോളേജിൽ വരും, കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അവർ കാണും. അപ്പോൾ ഒക്കെ പേടിച്ചിട്ടാണ് ചെയ്യുക. എന്താ വെച്ചാൽ ഇവിടുത്തെ പോസ്റ്റ് മാർഷ് ഉണ്ടായിരുന്നു. ഇവിടെ ആ ഗേറ്റിലാണ് പോസ്റ്റ് ഓഫീസ്. ആ പോസ്റ്റ് മാർഷ് ഉഷയുടെ റിലേറ്റീവാണ്. അപ്പോൾ പോസ്റ്റ് മാർഷ് കണ്ടാൽ ഉഷ പ്രശ്നം ഉണ്ടാകും, വീട്ടിലറിയും. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ കത്ത് എഴുതാം. കത്ത് ഒരു നിർമ്മല എന്ന് പറഞ്ഞ കൂട്ടുകാരുടെ പേരിൽ എഴുതും. നിർമ്മല എന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ്റെ മരുമകളാണ്, ഉഷയുടെ കൂടെ പഠിക്കുന്നതാണ്, ഒരുമിച്ചാണ്. അപ്പോൾ നിർമ്മലയുടെ കെയർ ഓഫിൽ കത്തെഴുതും. അങ്ങനെ കത്തെഴുതി അത് ഉഷയ്ക്ക് കിട്ടും. പിന്നെ അതിന് മറുപടി അന്ന് ഈ കത്തുകളുടെ ഒരു കാലഘട്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തെഴുതുക എന്നുള്ളൊരു വലിയതാണ്. എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ്. അത് പോസ്റ്റ്മാൻ പറഞ്ഞിങ്ങനെ കാത്തിരിക്കും ആ കത്ത് വായിക്കാൻ വേണ്ടിയിട്ട്. അന്ന് എഴുത്തുകത്തിൻ്റെ കാലമാണ് ഇന്നല്ലോ, 60കളാണ് ആ കാലഘട്ടം. അപ്പോൾ അതിന് മറുപടി വയ്ക്കും. ചിലപ്പോൾ മറുപടിയൊക്കെ നല്ല അസലായിട്ട്, ഇന്നത്തെ DTP ഒന്നുമില്ല, അസലായിട്ട് എഴുതി ശാകുന്തളത്തിൻ്റെ ഒക്കെ ഒരു ബുക്ക് വാങ്ങിക്കും. എന്നിട്ട് ശാകുന്തളത്തിൻ്റെ കവറും കൊണ്ടെടുത്ത് ആ കവറിലൊക്കെ എഴുതി കൊടുക്കും. പൈസയ്ക്ക് ഇഷ്ടം പോലെ, പണം ഇഷ്ടം പോലെ ഉണ്ട്, പുല്ല് മാറി പൈസ ഇഷ്ടം പോലെ ഉണ്ട്. എങ്ങനെ വേണ്ടി ശരി ഒരുപാട് ആളുകൾക്ക് ഞാൻ പൈസയൊക്കെ ഇഷ്ടം പോലെ സഹായിക്കാറുണ്ട്. ഡ്രസ്സ്, ജോലി വരെ വാങ്ങിച്ചു കൊടുക്കുക, അങ്ങനെ എല്ലാവിധ നല്ല പ്രവർത്തികളും ചെയ്യാറുണ്ട്. അതേമാതിരി തന്നെ ഇവിടുത്തെ ചട്ടമ്പിലായിട്ടുള്ള ആളുകളായിട്ടും അതേ ക്ലോസ് തന്നെയാണ്. എന്തെങ്കിലും എനിക്കൊന്നും സംഭവിക്കണമെന്ന് പറഞ്ഞാൽ അവർ അപ്പം ഒന്നിച്ച് ഇറങ്ങി വരും. അതെല്ലാവർക്കും അറിയാം. അത് തൂവാനത്തുമ്പികളിൽ ഭംഗിയായിട്ട് ശ്രീനാഥ് പറയുന്നുണ്ടത്. സൂക്ഷിക്കണം, ഇനി ആ ഭാഗത്ത് നിന്ന് വല്ല നീക്കം ഉണ്ടായാൽ എന്നോട് പറയണമെന്ന് പാർവതിയോട് പറയുന്നുണ്ട്. പക്ഷേ അറിയാം നല്ലോണം, എൻ്റെ സ്വഭാവം നല്ലോണം അറിയാം. ഇതൊക്കെ കാണിച്ചു കൂട്ടിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ പരമശുദ്ധനായിട്ടുള്ള ആളാണെന്ന് അങ്ങേർക്ക് അറിയാതെ. അതുകൊണ്ടാണ് പറഞ്ഞത് അതാവില്ല. അപ്പോൾ പാർവതി വിഭാഗത്ത് പറയുന്നുണ്ട്, ഇപ്പോൾ വല്ലോടത്ത് വരുന്ന കള്ളു കുടിച്ചിരിക്കുന്നുണ്ടാവുമെങ്കിൽ നിനക്ക് തെറ്റി, അതാവില്ല. അപ്പോൾ അവിടെ കുറിയും തൊട്ട് അമ്പലത്തിൽ വരുന്ന നടക്കുന്നുണ്ടാവും പോയിട്ട് എന്നൊക്കെ എന്തോ അങ്ങനെ ഒരു അർത്ഥം വരുന്നത് പറയും. നല്ലോണം മനസ്സിലാക്കി. എനിക്കറിയണമാര് ജയകൃഷ്ണൻ നിനക്ക് ആർക്കും അറിയില്ല, എനിക്ക് നല്ലോണം അറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്പോഴൊക്കെ ആയിട്ട് ഈ പ്രേമം കൊണ്ടു നടന്നു, കൊണ്ടുവരികയും ചെയ്തു. അവസാനം അത് പത്മരാജനും അതേ അവസാനം പ്രേമം സഫലമായി, കല്യാണം കഴിച്ചു. അതിന് മുമ്പ് ഞാനും കല്യാണം കഴിച്ചു, പ്രേമം കല്യാണമായി കഴിച്ചു. അപ്പോൾ അന്ന് ഞാൻ എന്താ വെച്ചാൽ ഇത് എൻ്റെ വലിയൊരു സുഹൃത്ത് സമൂഹമാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. ആയിരക്കണക്കിന് ആളുകൾ വരും ഇവിടെ. അത് കാരണം എന്താ വെച്ചാൽ ഒരാളെ അധികം അറിയിക്കാതെ കൊണ്ട് വിവാഹങ്ങൾ നടത്തി വീട്ടിൽ. MT മാത്രം എങ്ങനെയോ അറിഞ്ഞു പിടിച്ചിട്ട് MT ടാക്സി എടുത്തിട്ട് കോഴിക്കോട്ട് നിന്ന് ഇവിടെ വന്നു ഒരു കല്യാണത്തിന്.
അപ്പോൾ ഞാൻ വരാൻ ഒറ്റയ്ക്ക് ഒരു കാറിൽ പെരുവല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരിക. അന്നത്തെ മറ്റേ പോലീസ് ക്രോപ്പൊക്കെ ഇട്ട് ക്രോപ്പ് ചെയ്യണമെന്ന് തന്നെ വൃത്തിയായിട്ട് അല്ലാതെ അറിയില്ല എന്ന് ക്രോപ്പ് ചെയ്ത് വരുമ്പോണ്ട് എം ടി കാറിൽ വരുന്നു. അങ്ങനെ ചിറ്റപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ വലിയ NES സ്കൂളൊക്കെയാണ്. അവിടെ വെച്ച് കാറിൽ കയറി ഞാൻ എം ടിയുടെ കൂടെ കാറിൽ എൻ്റെ കാറ് ഞാനിട്ട് വിട്ടു കൊടുത്തിട്ട് ഞാനും എം ടിയും കൂടിയിട്ട് എൻ്റെ വിവാഹ ദിവസം ഇവിടെ വന്ന് MC ആശീർവദിക്കുകയൊക്കെ ചെയ്ത് എം ടി അങ്ങനെ ഞാൻ എം ടിയുടെ കൂടെ പോകാൻ നിൽക്കുക. അപ്പോൾ എം ടി ഇവിടെ നിൽക്കുക, കല്യാണം കഴിഞ്ഞിരിക്കുന്ന ആളല്ലേ, ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞ് എം ടി എന്നോട് നിർത്തി അങ്ങനെ പോവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരിൽ പത്മരാജനും ബാക്കി കുറേ സെറ്റുകളുണ്ട്. അവരൊക്കെ ഈ പാർട്ടി നടത്താത്തതെല്ലാം വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയൊക്കെ പ്രൈവറ്റായിട്ട് പാർട്ടികളൊക്കെ ഗംഭീരമായിട്ട് ആഘോഷമായിട്ട് പല സ്ഥലങ്ങളിലും നടത്താനും ഒക്കെ ഉണ്ടായി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവിടെ നടന്നു വന്നിരുന്നത്. അതിൻ്റെ ഇടയിൽ സിനിമ ഭ്രാന്തുണ്ടായിരുന്നു, സിനിമയുണ്ടായിരുന്നു. ഈ പത്മരാജനാണ് ഈ അനൗൺസ് ചെയ്യുമല്ലോ, ആകാശവാണി തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനൊരു കമ്പം തോന്നി, ഒന്ന് അനൗൺസ് ചെയ്താലോ എന്നല്ല. അങ്ങനെയാണ് റേഡിയോ സ്റ്റേഷനിൽ പോയിട്ട് ഈ കാഷ്വൽ അനൗൺസറായിട്ട് അനൗൺസ് ചെയ്യാൻ തുടങ്ങി, ഓരോന്നൊക്കെ അനൗൺസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ജോർജ് ഉണ്ടല്ലോ, ജോർജൊക്കെ ഇറക്കി ബാറിൽ ചെല്ലും. ബാറിൽ ചെന്നിരിക്കുമ്പോൾ ബാർമാനെ വിളിച്ചിട്ട് പറയും, തൻ്റെ പേരിപ്പോൾ TV മറ്റേ റേഡിയോയിൽ കേൾക്കണോ, പേര് കേൾക്കണം, വല്ല പ്രാന്തുണ്ടോ, കേൾക്കണം, എന്താ ബെറ്റുണ്ടോ, ഒരു കുപ്പി വിസ്കിക്ക് ബെറ്റെന്ന് പറയും. ആര്? ഈ ബാബു. അപ്പുറത്ത് നിന്ന് മറ്റേ ഫോണിൽ വിളിച്ച് പറയും, റേഡിയോ സ്റ്റേഷനിലേക്ക് വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പറയും, ദാദാ നിങ്ങൾ ആവശ്യപ്പെട്ട എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഇങ്ങനെ ഈ ജോർജിൻ്റെ പേരൊന്ന് തട്ടിക്കോളട്ടോ എന്ന് പറയും. 8 മണിക്ക് വരുമ്പോണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടതിൽ ഇന്ന സ്ഥലത്ത് നിന്ന് ജോർജ് ഫോണിൽ വരുന്നു, ആകാശവാണിയിൽ ഫ്ലാഷ് ചെയ്യണേ. ഭയങ്കര അത്ഭുതം കേട്ടിട്ട്. ഇങ്ങനെയുള്ള ചില വികൃതികളൊക്കെ കാണിക്കാറുണ്ട്. അവരുടെ അച്യുതാനും മരിച്ചപ്പോഴും ജോർജിൻ്റെ ഈ ബാബുവിൻ്റെ ഫാദറാണ്, ഇവിടെ വലിയ ഫ്രണ്ട് സി അച്യുതാനൻ. അങ്ങേര് മരിച്ചിട്ട് ഈ ബാബുവിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ആ വിവരം അറിയണത് ജോർജ് ഇവിടുന്ന് വിളിച്ചുവിട്ട് റേഡിയോ സ്റ്റേഷനിലേക്ക് തിരുവനന്തപുരത്തേക്ക്. എന്നിട്ട് പ്രാദേശിക വാർത്തയിലാണ് പറഞ്ഞു ഇങ്ങേര് മരിച്ച വിവരം. അതൊന്നും ആരും ചെയ്യാത്ത കാര്യം, അത്ഭുതമാണ്. പ്രാദേശിക വാർത്തയിലൊക്കെ വരുന്നത് അച്യുതാനൻ കേട്ടിട്ട് ഉടനെ ഇങ്ങോട്ട് വിളിച്ചു, ഈ പ്രാദേശിക വാർത്ത കേട്ടിട്ട് അവർ. അങ്ങനെയൊക്കെയുള്ള ഈ ചില വികൃതികളൊക്കെ സൂത്രപ്പണികളൊക്കെ ഞങ്ങളിവിടെ നടത്താറുണ്ട്. ഞാനും പത്മരാജനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതാം, ഈ ചോദ്യോത്തരങ്ങളിൽ ഓരോന്ന് എഴുതുക, അങ്ങനെ പലതും ചെയ്തു വരാറുണ്ട്. വളരെ ജോളിയായിട്ടുള്ള ജീവിതമായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് പത്മരാജൻ അങ്ങോട്ട് പോയതോടുകൂടി പിന്നെ ഞാനും പോയി. പിന്നെ ഗൾഫിലേക്ക് പോയിട്ടായി. അതും അതെ, പറഞ്ഞ മാതിരി തന്നെ അതേ സമയത്ത് ഞാൻ ദുബായിക്ക് പോകുന്നു വാക്ക് കൊടുത്ത് പോകുന്നു പറഞ്ഞു, ദുബായിക്ക് പോവുകയും ചെയ്തു. ആകാശവാണിയിൽ വിളിച്ച് പറയുന്നവരും അതും ചെയ്തു. സിനിമയിൽ കയറി അഭിനയിക്കുന്നവരും അതും ചെയ്തു, അഭിനയിച്ചു. എന്നാൽ നമ്മൾ നടന്നു വരുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ, ഇന്നത്തെ മാതിരി TV ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ നടന്നു വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കാണണമെങ്കിൽ TV പറ്റൂ. അപ്പോൾ അങ്ങനെ ശോഭന പരമേശ്വരനാരും അങ്ങനെ അഭയം എന്ന് പറഞ്ഞ പടത്തിൽ ഷീലയായിട്ട് സംസാരിക്കുമ്പോൾ വരുന്നുണ്ട്, ഒരു കോളേജ് ലെക്ചറായിട്ട്. അതെൻ്റെ ക്ലോസപ്പ് കാണിച്ചിട്ട് ആ പടത്തിൽ കാണിച്ചു തന്നു. അപ്പോൾ സിനിമയിൽ എങ്ങനെയാണ് നമ്മളെ കാണാൻ പറ്റിയില്ലേ. അതൊരു ബാലിശമാണെങ്കിലും അന്നത്തെ കാലത്തൊരു വലിയ കാര്യമാണത്. അപ്പോൾ അത് കണ്ടുകഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ കഴിഞ്ഞു, സിനിമയുടെ ഇത് കഴിഞ്ഞു, അഭിനയിക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഗൾഫിലേക്ക് പോയി. അവിടെ ചെന്നതോടുകൂടിയാണ് ഈ സാഹിത്യമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിട്ടുവരുന്നത്. പിന്നെ പത്മരാജൻ എനിക്ക് ഇടയ്ക്ക് എഴുതാറുണ്ട്. ഞാനൊരു ഉദയപ്പോള എന്ന് പറഞ്ഞിട്ടൊരു നോവൽ എഴുതുന്നുണ്ട് മലയാള നാട്ടിൽ, അത് ഉണ്ണിമാൻ തീർച്ചയായിട്ടും വായിക്കണം, നമ്മളൊക്കെ അതിൽ നിഴലുകളായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പത്മരാജൻ എഴുതി. അപ്പോൾ അവിടെ നിന്ന് കിട്ടാൻ മാർഗ്ഗമൊന്നും ഉണ്ടായിരുന്നില്ല, ഈ പത്രമൊന്നും കിട്ടാൻ മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടുവിട്ടില്ല, വായിക്കാനും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി അന്ന് വിജയൻ കരോട്ട് ഞങ്ങളുടെ വലിയ അടുത്ത ഫ്രണ്ടായിരുന്നു. പിന്നീട് വിജയൻ പടം ഡയറക്റ്റ് ചെയ്യില്ല, ഒരിക്കൽ കാര്യമായിട്ട് പറഞ്ഞു, വിജയൻ ഇപ്പോൾ വലിയ ഡയറക്ടറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു വിജയൻ കരോട്ട്. അപ്പോൾ വിജയൻ കരോട്ടാണ് അന്നത്തെ സിനിമാ മാസികയിൽ കോളം എഴുതിയിരുന്നു. ആ കോളത്തിലാണ് ഫസ്റ്റ് ഇത് കണ്ടത്, തൂവാനു തുമ്പികളെ കുറിച്ചിട്ട്. സിനിമ എറിഞ്ഞ സ്റ്റാൻലി പത്മരാജൻ്റെ ആത്മകഥാപരമായ തൂവാനു തുമ്പികൾ എടുക്കുന്നു. പത്മരാജൻ ഉണ്ണിമേനോനെ ജയകൃഷ്ണനാക്കി മാറ്റി. ഈ വലിയ അക്ഷരത്തിൽ ഇത് കണ്ടത് എന്നെ വിളിച്ച് പറഞ്ഞു. മിലിറ്ററി ഡിഫൻസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഡിഫൻസിലൊരാൾ ഇങ്ങനെ മലയാളം ന്യൂസ് വന്നിട്ടുണ്ട്, പത്മരാജനെ അറിയോ എന്നോട് ചോദിച്ചു. പത്മരാജൻ അപ്പോൾ ഇയാൾ വല്ല കാര്യസാധനമാണെന്ന് വെച്ചാൽ ഞാൻ പത്മരാജനെ അറിയുകയൊക്കെ ചെയ്യുന്നു പറഞ്ഞു. ഞാൻ അവിടെ ഇവിടെ തൊടാതെയുണ്ട്. പിന്നെയാണ് മനസ്സിലായി ഇങ്ങനെ വന്നുവെന്നും ഈ പടം വന്നുവെന്ന് പറഞ്ഞതും. അത് ഗലേറിയ തിയേറ്ററിൽ അവിടെ ദുബായിൽ ഞാനും 2-3 ഫ്രണ്ട്സൊക്കെ കൂടി കണ്ടു. അത് കണ്ട് ഒരുപാട് സ്വന്തം അനുഭവങ്ങൾ തന്നെ അതിൽ ഒരുപാട് നിറച്ച് ഭംഗിയായിട്ട് കലാത്മകമായിട്ട് ചിത്രീകരിച്ചത് സന്തോഷമായി. അങ്ങനെയാണ് ആ പടത്തിൻ്റെ രീതിയിൽ വരും. ഈ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അത് വളരെ ഡൈജസ്റ്റീവായിട്ടുള്ള രീതിയിൽ അത് ഒരു ലഹരി മാതിരിയായിട്ട് കയറി ഇറങ്ങി.
ആദ്യകാലത്തൊന്നും അത്ര കണ്ടിരുന്നില്ല. അത് ഞാൻ പറയുകയാണെങ്കിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ചങ്ങമ്പുഴയുടെ രമണനെ വേണമെങ്കിൽ പറയാം. ഇറങ്ങിയ കാലത്ത് അതിന് എതിർപ്പായിരുന്നു. ഈവൻ ജോസഫ് മുണ്ടശ്ശേരി മാഷ് വരെ അതിനെക്കുറിച്ച് എതിർത്ത്. ഞാൻ പിന്നെ മാഷായിട്ട് വളരെ അടുപ്പായി. അപ്പോൾ മാഷുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. മാഷ് ആദ്യം ഇതിനെക്കുറിച്ച് ഇത്തിരി എതിർത്ത് പറഞ്ഞതല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ചോദിച്ചു, രമണൻ മധുരനാരങ്ങ വിറ്റ മാതിരിയാണ് പിന്നെ അത് വിറ്റുപോയത്, അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ മാഷ് പറയണ്ടായില്ലേ എന്ന് മാഷോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കൽ ഒരു സന്ദർഭം വന്നപ്പോൾ. അങ്ങനെ അതും ആ കാഥികനും ഈ കവിയുടെ സുഹൃത്തിൻ്റെ പ്രണയമാണ് രമണൻ, കാഥികൻ്റെ സുഹൃത്തിൻ്റെ പ്രണയമാണ് തൂവാനത്തുമ്പികൾ. ഇത് രണ്ടുമായിട്ട് ഞാൻ താരതമ്യം കണ്ടു. പക്ഷേ അതേസമയം ഈ രണ്ടും ഒരു ലഹരിയായിട്ട് ഇവിടെ ഇത്രയും കൊല്ലത്തിന് ശേഷം ഈ കംപ്ലീറ്റ് കേരളത്തിൽ ഒരു ചലനം സൃഷ്ടിച്ചു തൂവാനത്തുമ്പികൾ. അതിന് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ അനുഭവം എന്താ വെച്ചാൽ, ഈ കഴിഞ്ഞ 10-20 കൊല്ലമായിട്ട് എൻ്റെ വീട്ടിൽ എന്നെ കാണാനും ഒക്കെ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും കാണാൻ വരാറുണ്ട്. പത്രപ്രതിനിധികളും ചാനലുകളും ഇഷ്ടം പോലെ വരാറുണ്ട്. പിന്നെ കാണാൻ ഓരോ സ്ഥലങ്ങളിൽ ആളുകൾ വരികയും ചിലർ ഗിഫ്റ്റ് കൊണ്ടുതരുന്നു. കാണും എഞ്ചിനീയർമാരും ഡോക്ടർമാരും അഭ്യസ്ത വിദ്യരായിട്ടുള്ളവരും ബിസിനസ്സുകാരും വീട്ടിൽ വന്നിട്ട് അവിടെ എപ്പോൾ വന്നാലും ക്യാമറയും ഇതായിട്ട് ഷൂട്ടിങ്ങാണ്. ആളുകൾ വരാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ വരണമെങ്കിൽ ഇതിൻ്റെ പിന്നിലൊരു ശക്തി ഉണ്ടാവണം. അത് ആ ജയകൃഷ്ണൻ എന്ന ക്യാരക്ടറിനെ പത്മരാജൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മോഹൻലാൽ അത് അതിഗംഭീരമായിട്ട് ആ കഥാപാത്രത്തിൻ്റെ ആഴത്തിലേക്ക് ഉള്ളിലിറങ്ങിച്ചെന്നിട്ട് അത് ഉൾക്കൊണ്ടിട്ട് കാണിച്ചു. അതുപോലെ ക്ലാരയുടെ ഒരു കമ്പി വരുന്ന ഭാഗമുണ്ട്, ടെലഗ്രാം. ആ ടെലഗ്രാമിൽ ക്ലോസപ്പ് കാണിക്കുന്നുണ്ട്, പെരുവല്ലൂർ എന്ന് പറഞ്ഞൊരു അഡ്രസ്സൊക്കെ കാണിക്കുന്നു. പത്മരാജന് പെരുവല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും പറയാറുണ്ട് പെരുവല്ലൂർ എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്രയും അടുത്ത് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ കുറച്ച് കാലം ഇവിടെ ഉണ്ടായില്ല വെച്ചാലും ഈ സിനിമയും സാഹിത്യവും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞുകൂടി. അതിൻ്റെ ആ ആത്മാർത്ഥമായിട്ട് ഇവിടെ ജീവിച്ചതിൻ്റെ ഫലം ആ പടത്തിൽ കാണാനുണ്ട്. ആ പടത്തിൻ്റെ ശക്തി അതാണ്. ആത്മാർത്ഥതയും ദൃഢനിശ്ചയമായിട്ടാണ് അത് ഇവിടെ എടുത്തിട്ടുള്ളത്. തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്തു. പിന്നെ പാറയമ്പാടെന്ന് പറഞ്ഞ ഭാഗമുണ്ട്, കുന്നംകുളം ഭാഗത്ത്, അവിടെ പോയി ഷൂട്ട് ചെയ്തു. അവിടെ മോഹൻലാലും ക്ലാരയും കൂടി ഇരിക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, രാത്രി സീനൊക്കെ ആയിട്ട്, ആ ഭാഗമൊക്കെ അവിടെ ഷൂട്ട് ചെയ്തത്. വേറെ തരത്തിൽ പറഞ്ഞിട്ട് ഞാനില്ല അവിടെ പോയി, ഞാൻ ഗൾഫിലേക്ക് പോയിരിക്കുകയായിരുന്നു ആ സമയത്ത്, ഞാനില്ല. പിന്നെ എന്താ വെച്ചാൽ എന്നെക്കുറിച്ച് പിന്നെ ഇവിടെ ഉണ്ടായ കുറേ സംഭവങ്ങളെക്കുറിച്ച് അടുത്ത സുഹൃത്തുക്കൾ പത്മരാജന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ചില ഭാഗങ്ങളുണ്ട്. അത് മുമ്പ് ശരത് കൃഷ്ണ മാതൃഭൂമിയിൽ എഴുതിയിട്ടുണ്ട്. അവസാനം തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ കേൾവികളിൽ അത്ഭുതങ്ങളുടെ ആൾരൂപമായി വളർന്നു നിന്ന ഉണ്ണിമേനോനെ പത്മരാജൻ ഹൃദയത്തിലൊപ്പം കൂട്ടിയെന്ന് ശരത് കൃഷ്ണ പണ്ട് മാതൃഭൂമിയിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഉദകപ്പോളയും തൂവാനത്തുമ്പികളും ജന്മം കൊണ്ടത്. അപ്പോൾ ആ പടം പിന്നെ അങ്ങോട്ട് സക്സസ്സായി വളരെ ഇതായി എല്ലാവരുടെയും ഉള്ളിൽ ഇറങ്ങിച്ചെന്നു നിന്നു. എനിക്ക് എല്ലാവരും വളരെ സന്തോഷമുണ്ട്. എല്ലാവരോടും പറയാറുണ്ട്, ആളുകൾ വരുമ്പോഴൊക്കെ കാണാൻ. മാത്രമല്ല അടുത്ത കാലത്തായിട്ട് ഇത് 2026 1995 2000 കൂടിയിട്ടുണ്ട് തുടങ്ങി ആളുകൾ വരലും ഇതൊക്കെ ആയിട്ട്. ഈയിടെ ഇപ്പം ഉണ്ട് ചിലപ്പോൾ നമ്മുടെ എറണാകുളത്ത് ഓരോരുത്തർ വന്നിട്ട് വഴിയിൽ വെച്ച് കാണുമ്പോൾ അടുത്ത് വന്നിട്ടൊന്ന് സംശയം നോക്കും. ഞാനാണെന്ന് ഉറപ്പിച്ച് ഒന്നൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് വന്ന് എൻ്റെ ചിത്രം എടുക്കും, ഒരുമിച്ച് സെൽഫി. അപ്പോൾ ഇതൊക്കെ കാണിക്കണമെങ്കിൽ ഈ പടത്തിൻ്റെ ജനങ്ങളുടെ ഉള്ളിൽ അതൊരു ലഹരിയായിട്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും. ഇപ്പോൾ ഇന്നാൾ ഏതിലോ ഒരു ഫേസ്ബുക്കിൽ ആരോ എഴുതിയേക്കണ കണ്ടു, ആ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും അവരുടെ ഉള്ളിലും അത് ഈ പടം ഒരു വലിയ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഈ അവസ്ഥയിലും ഒരു ചെറുപ്പക്കാരൻ്റെ രീതിയിൽ അത് കാണാനും പിടിക്കാനും മനസ്സിലായില്ല. പിന്നെ ആ ഹോട്ടൽ സീനുകളിലുള്ള തങ്ങളുമായിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട്. ആ തങ്ങളെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഈ ലോഡ്ജിലൊക്കെ കാണാറുണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈയിടെയായിട്ട് അടുത്ത അവസരത്തിൽ കഴിഞ്ഞ മാസം മുമ്പ് ബാബു നമ്പൂരിയെ കാണാനിടയായി. അപ്പോൾ ബാബു നമ്പൂരി പറഞ്ഞു, പത്മരാജൻ പറഞ്ഞ മാതിരിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ, അതാണ്. അപ്പോൾ പത്മരാജൻ അതൊക്കെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ ചെയ്യൂ. ആ ചെവിയിൽ വെക്കണതും ചില ബ്രോക്കർമാരുടെ ചില ക്യാരക്ടറിസ്റ്റിക് ഫോംസൊക്കെ ഉണ്ട്, അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുമാതിരി ഞാൻ നടന്നു വരുന്ന ചില ഭാഗങ്ങളും ചില തളർന്നു വരുന്നതും ക്ഷീണിച്ച് വരുന്നതൊക്കെ പത്മരാജൻ പറഞ്ഞു കൊടുത്തിട്ട് മോഹൻലാൽ അത് കാണിച്ച് കണ്ടപ്പോൾ ഞാൻ തന്നെയാണതെന്ന് എനിക്ക് ശരിക്കും അങ്ങോട്ട് അലിഞ്ഞ് ഞാൻ ചരിച്ചാർന്ന് കഴിഞ്ഞു. ആ അശോകനെ ആ മുറിയുടെ ഉള്ളിലാക്കിയിട്ട് മോഹൻലാലിൻ്റെ ഒരു വരവുണ്ട് അങ്ങോട്ട് ആ ഒരു സീനിൽ അശോകനെയും വേറൊരു സ്ത്രീയെയും മുറിയുടെ ഉള്ളിലിട്ട് അടച്ചിട്ടിട്ട് മോഹൻലാൽ നടന്നു വരുന്നുണ്ട്. ഇതിലൊന്നും മോഹൻലാലിന് ഈ ജയകൃഷ്ണൻ അതിലൊരു പങ്കുമില്ല. ജയകൃഷ്ണൻ അത് കഴിഞ്ഞ് സെക്കൻഡ് വെച്ച് ടാക്സി എടുത്ത് വീട്ടിലേക്ക് പോകും. വീടാണ് അവിടെ കാര്യം. ഇതൊക്കെ വെറും പുറത്ത ചില കളികളാണിത് മുഴുവൻ, ഇവിടുത്തെ തൃശ്ശൂരെ കളികളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ മനോഹരമായിട്ട് കലാത്മകമായിട്ട് ചിത്രീകരിച്ചു. അത് അഭിനയിച്ചവരും എല്ലാവരും ക്യാരക്ടറുകളെ ചെയ്ത് വരെ നന്നായിട്ടുണ്ട്. സിസ്റ്ററായിട്ടും
പാർവതിയുടെ അന്നൊക്കെ എൻ്റെ വൈഫിൻ്റെ ഏകദേശം മുഖച്ഛായ പാർവതിക്കുണ്ട്. അത് കണ്ടറിഞ്ഞിട്ടാണ് എന്നെ പാർവതി വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരൊക്കെ വിളിച്ച് എന്നോട് പറയണം, ഞാൻ വീട്ടിൽ ഒന്ന് ഒതുങ്ങി ഇരിക്കുകയാണ് അവിടെ, ഞാനും വൈഫും ക്രിസ്മസായിട്ട്. വീട്ടിലുണ്ടായ 1-2 ആഘാതങ്ങളുടെ ഇതിൻ്റെ പേരിലിരുന്നിട്ട് ഞാനൊന്ന്, അപ്പോൾ ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് മുഴുവൻ 1-2 മരണങ്ങളൊക്കെ ഉണ്ടായി വീട്ടിൽ കുട്ടികളുടെ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓഷോ പിന്നെ രമണ മഹർഷി ഈ 2 പേരുടെയും വർക്കുകൾ വായിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് സമാധാനം കൈവരിക്കാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാറ്റിൽ നിന്നും ഒതുങ്ങി മാറി വളരെ സാത്വികമായിട്ടുള്ള രീതിയിൽ ഇവിടെ തൃശ്ശൂർ വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞുകൂടാം. അതിൻ്റെ ഇടയിൽ ആകെ വരുന്നത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ, പുതിയൊരു സമൂഹം എനിക്കുണ്ടായി വന്നു. ഒരു പുതിയ സമൂഹം ഉണ്ടായി എനിക്ക്. പഴയ ആളുകളായിരുന്നു ജീവിച്ചിരിക്കുന്നില്ല. ഒരുവിധ ആളുകളൊക്കെ പോയി. അവസാനമായിട്ട് ഇപ്പോൾ പോയത് MT ആണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതിനു മുമ്പ് ശോഭന പരമേശ്വരനാർ പോയി, രാമകാരിയായിട്ട്. അപ്പോൾ അതിൽ ബാക്കി നിൽക്കുന്ന ഒരേ ഒരു അടുത്ത ഫ്രണ്ട് മധു മാത്രമാണ്. അപ്പോൾ മധു കഴിഞ്ഞ പ്രാവശ്യം 90 വയസ്സായപ്പോൾ ഫോൺ ചെയ്ത് വർത്തമാനം പറഞ്ഞ് ആശംസയൊക്കെ ചെയ്തു. അപ്പോൾ വേറെ ആരുമില്ല, ജീവിച്ചില്ല. അപ്പോൾ എന്താ വെച്ചാൽ പുതിയ സുഹൃത്തുക്കൾ, യൗവനത്തിൽ കത്തി നിൽക്കുന്ന സുഹൃത്തുക്കൾ എൻ്റെ ചുറ്റും വന്ന് അവർ ആരാധനയോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഞങ്ങൾ ഒരുവിധം സെലിബ്രേറ്റ് ചെയ്തു, ജീവിതം ആഘോഷിച്ചു ജീവിതം. അത് അന്നും അതെ ഇന്നും അതെ, ഓരോ നിമിഷവും എൻജോയ് ചെയ്യുക എന്നുള്ളൊരിതാണ് ഞാൻ ചെയ്തത്. അതിൽ കുറച്ചൊക്കെ ചില ഡ്രോബാക്കും ദോഷമൊക്കെ ഉണ്ടാകും, പക്ഷെ അത് മൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ജീവിതം അങ്ങനെ വന്നിട്ടുള്ളത്. സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ട് സംതൃപ്തിയോടുകൂടി കഴിഞ്ഞുകൊണ്ട്